ഹലോ, അസ്സാം വലൈക്കും. എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു യാത്രയുടെ വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസ് പൂട്ടിന് മക്കളെ ആയിട്ട് പുറത്ത് പോയൊരു വീഡിയോ ആണ് ഇത് കേട്ടോ. ക്രിസ്മസ് കഴിഞ്ഞ പിറ്റന്നാൾ ന്യൂ ഇയറിൻ്റെ 2 ദിവസം മുന്നേ. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തേക്കാണ് മക്കളായിട്ട് പോണത്. ഞങ്ങൾ 2 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു പ്രാവശ്യം എറണാകുളത്തേക്കൊന്ന് പോകട്ടോ. ഇപ്പം പോയിട്ട് 2 വർഷമായി. ഞങ്ങൾ അപ്പോൾ മക്കൾ പറഞ്ഞ് അവിടെ പോയാൽ മതി എന്ന് പറഞ്ഞപ്പം രാവിലെ തന്നെ അങ്ങോട്ടാണ് യാത്ര തിരിച്ചത്. നല്ല തിരക്കുണ്ട് റോഡ്. അങ്ങനെ 2 മണിയൊക്കെ കഴിഞ്ഞിട്ട് ആലുവ എത്തിയപ്പോൾ 2 മണി കഴിഞ്ഞ്. അപ്പോൾ നല്ല വിശക്കുന്നുണ്ട്, കുട്ടികൾക്കും ഞങ്ങൾക്കൊക്കെ വിശക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ ആലുവയിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ വളരെ ഫേമസ് ആയ നമ്മളെ ഷിയാസ് കട അൽസാജ് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല, ആദ്യമായിട്ട് പോവാണ്. അപ്പം നല്ല ഹോട്ടലിലെത്തി. നല്ല തിരക്കുണ്ട് കേട്ടോ. പാർക്കിങ്ങൊക്കെ കുറച്ച് വെയിറ്റ് ചെയ്തിട്ടാണ് കിട്ടിയത്. നല്ല തിരക്ക് ഉണ്ട്. ഒരുപാട് ആളുകൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് അവർക്ക് ബുദ്ധിമുട്ടാവുന്ന എഴുതിയിട്ടാണ് വീഡിയോ എടുത്തില്ല കേട്ടോ. ഞങ്ങൾ മുകളിലേക്കാണ് പോയത്. മുകളിൽ ഭക്ഷണം കഴിക്കാൻ നല്ല, ഞാൻ കണ്ടിട്ടുണ്ട്, യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, മുകളിൽ ഭക്ഷണം കഴിക്കാൻ നല്ല രസമാണെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് മുകളിൽ തന്നെയാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടുത്തെ ചട്ടിച്ചോറൊന്നും ടേസ്റ്റ് ചെയ്യാമെന്ന് എഴുതിയിട്ട് തന്നെയാണ് വന്നത്. ചട്ടിച്ചോറ് ഇവിടെ നിന്ന് കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ. നല്ല കാറ്റും ചട്ടിച്ചോറ്. ഞങ്ങൾ 2 പേരും, ഞാൻ 2 ചട്ടിച്ചോറ് വാങ്ങി, മക്കൾക്ക് 2 ബിരിയാണി വാങ്ങി. അതാണ് ഉണ്ടായത്. അപ്പോൾ ഒരുപാട് എല്ലാ തരം ഫുഡും അവിടെ ഉണ്ട്. ഏത് തരം ഫുഡ് വേണമെങ്കിലും ഉണ്ട്. പക്ഷെ നമ്മൾ ഇത് 2 വാങ്ങിച്ചത് കേട്ടോ. ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മക്കൾ പറഞ്ഞിട്ടാ. ഞാനും നോക്കി, കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ എനിക്ക് നാടൻ ചോറാണ് ഇഷ്ടം. അത് കാരണം ഞാൻ നാടൻ ചോറ് വാങ്ങിയത്. നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ബിരിയാണി എന്ന് പറഞ്ഞിട്ടാണ് മക്കൾ. അവർക്കൊക്കെ വയറ് ഫുള്ളായി. അതുപോലെ ചട്ടിച്ചോറ് അതേട്ട, ചോറ് അടിയിൽ കുറച്ച് മതി. കാരണം അത്രയും സാധനങ്ങൾ മേലെയുള്ള കാരണം നമുക്ക് വയറ് ഫുള്ളാവും. കഴിച്ചിട്ട് എന്താ പറയുക, അധികമാവും. കഴിച്ചു കഴിഞ്ഞാലേ അതറിയുള്ളൂ. നന്നായി കഴിക്കുന്ന ഒരാളാണെങ്കിൽ പോലും ഇത് ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. 5 തരം മീൻ തന്നെ ഉണ്ട്. 2 തരം ബീഫിനെ 2 തരത്തിൽ വെച്ചതുണ്ട്. ഫ്രൈ ചെയ്തതും റോസ്റ്റും. ചിക്കനും ഉണ്ട് ഫ്രൈ ചെയ്തതും. പിന്നെ ഒരു ഗ്രേവി ടൈപ്പ് അതും ഉണ്ട് കേട്ടോ. പിന്നെ കൂന്തൾ, ചെമ്മീൻ, മത്തി, അയില, പിന്നെ ഒരു കുടുത പോലത്തെ, ചൂര പോലത്തെ എന്തോ ഒരു മീനുണ്ട്. പിന്നെ പച്ചക്കറി പയറും കായും ഉപ്പേരിയുണ്ട്, കേബേജ് ഉപ്പേരിയുണ്ട്, മീൻകറിയുണ്ട്, അച്ചാറുണ്ട്, പപ്പടമുണ്ട്. ഇത്രയും സാധനങ്ങൾ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളന്ന് കഴിച്ചിരിക്കുന്നത്, പിന്നെ ഞങ്ങളന്ന് ഭക്ഷണം കഴിച്ചിരിക്കുന്നത് വരുമ്പോൾ പുലർച്ചെ ഞങ്ങൾ 12 മണിക്കൊക്കെ വന്നത്. 1 മണിക്കാണ് ഞങ്ങൾ നാട്ടിലെത്തിയത് കേട്ടോ. അപ്പോഴാണ് ഞങ്ങൾ കഴിച്ചത്. അതുവരെ ഞങ്ങൾക്ക് വിശന്നിട്ടില്ല. പിന്നെ മക്കൾക്ക് 2 മൊജിറ്റോ വേണം പറഞ്ഞിട്ട് അവർ മൊജിറ്റോ വാങ്ങി കുടിച്ചിട്ടാണ്. ഇതെവിടെയാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നത്. നല്ല സ്ഥലമാണ് കേട്ടോ. എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും നല്ല സ്ഥലവും എന്താ പറയുക, നമുക്ക് വയറും നിറഞ്ഞ് മനസ്സും നിറഞ്ഞെന്ന് പറഞ്ഞ പോലത്തെ ഒരു ഫീല്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിന് നല്ല പെരുമാറ്റമാണ് കേട്ടോ. അത് പറയാതിരിക്കാൻ വയ്യ. ഇതിപ്പോൾ ഇതിൻ്റെ ഈ താഴെ കൂടെ ഇറങ്ങിപ്പോയി അവിടെ ഒരു പാർക്കുണ്ട്. പിന്നെ അവിടെ ബോട്ടിങ് ഉണ്ട്, പുഴ, നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. മക്കൾക്ക് കളിക്കാനുള്ള ഊഞ്ഞാൽ കാര്യങ്ങൾ അതൊക്കെ ഉണ്ട്. ഞങ്ങൾക്ക് സമയമില്ലാത്തത് കൊണ്ട് കുറച്ച് നേരം നിന്നുള്ളൂ. ഞങ്ങൾ എറണാകുളം പോവുകയാണല്ലോ, അതുകൊണ്ട് കുറേ നേരം നിൽക്കാൻ പറ്റണമില്ല. നേരം വൈകിട്ട് എത്തിയതും അതാ. ഇതിപ്പോൾ ഐഫോണിലൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ല ഭംഗി വരും കേട്ടോ. എനിക്ക് സാധാ ഫോണായതുകൊണ്ടാണ് ഇത് ഇത്ര ക്ലാരിറ്റി കിട്ടുള്ളൂ. ഇത് അയാൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം കേട്ടോ ബോട്ട്. കാരണം വെയിലാണ് കാരണം ആരും അവിടെ ഇറങ്ങിപ്പോണില്ല. വെയിൽ ആറിക്കഴിഞ്ഞാൽ നല്ല തിരക്കാവും അത്ര അയാൾക്ക്. ഇപ്പം ആരും പോകണില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടാ. ഞങ്ങൾ എറണാകുളം പോവുകയാണല്ലോ. അപ്പം നല്ല തിരക്ക് തന്നെയാണ് റോഡ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം വരാം കേട്ടോ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബായ്.